നമസ്കാരം. ഇന്നത്തെ ഈ പ്രത്യേക പഠനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഈ ഉള്ളടക്കം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ഒറിജിനൽ ഹിന്ദി സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അങ്ങേയറ്റം പവിത്രവും അർത്ഥവത്തുമായ ഒരു പുസ്തകത്തിലെ ആശയങ്ങളാണ് നമ്മളിന്ന് വളരെ സാവധാനം എന്നാൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ഉന്നതമായ ഒരു തലത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള അതിമനോഹരമായൊരു രൂപരേഖ. ശരി, നമുക്കിതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സത്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആചാര്യജി പറയുന്നത് നോക്കൂ, ശരീരത്തിന് അന്നവും ജലവും വസ്ത്രവും പാർപ്പിടവും എത്രത്തോളം അനിവാര്യമാണോ അത്രത്തോളം തന്നെ ആത്മാവിന് ആത്മീയമായ ആന്തരിക ശ്രേഷ്ഠതയും അത്യാവശ്യമാണ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ നമ്മുടെ ശരീരത്തെ എത്രമാത്രം പരിപാലിക്കുന്നുണ്ട്, അല്ലേ? എന്നാൽ അതേ പ്രാധാന്യത്തോടെ തന്നെ നമ്മുടെ ആത്മാവിനും പോഷണം നൽകേണ്ടതുണ്ട് എന്ന് ഈ വരികൾ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നാം നിർമ്മിക്കാൻ പോകുന്ന ആ ആന്തരിക ക്ഷേത്രത്തിന്റെ അഥവാ സ്വഭാവ രൂപീകരണത്തിന്റെ 4 പ്രധാന തൂണുകൾ ഇവയാണ്. 1 വിവേകം, 2 സത്യസന്ധത, 3 ഉത്തരവാദിത്വം, പിന്നെ 4 ധീരത. അടിസ്ഥാനപരവും അർത്ഥവത്തായതുമായ ഒരു ജീവിതം പടുത്തുയർത്താൻ ഈ 4 കാര്യങ്ങളും എങ്ങനെയാണ് ഒന്നിച്ചുകൊണ്ടുപോകേണ്ടത് എന്ന് നമുക്ക് വേഗം നോക്കാം. ഇതിൽ ഒന്നാമത്തെ തൂൺ വിവേകമാണ്, അഥവാ ദീർഘവീക്ഷണത്തോടെയുള്ള തിരിച്ചറിവ്. സാധാരണയായി കേവലം അക്കാദമികമായ ബുദ്ധിശക്തിയാണ് നമ്മളൊക്കെ വിവേകമെന്ന് തെറ്റിദ്ധരിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥ വിവേകം അതല്ല. ആധുനിക ജീവിതത്തിലെ ഒരു വലിയ കെണിയാണിത്. അതായത് ഹ്രസ്വകാല സംതൃപ്തി. നിമിഷനേരത്തെ സുഖത്തിനായി ചൂണ്ടയിൽ കുടുങ്ങുന്ന മത്സ്യത്തെപ്പോലെയാണ് പലപ്പോഴും നമ്മൾ. എന്നാൽ ദീർഘകാല വീക്ഷണമുള്ള ഒരു പരമ്പരാഗത ഇന്ത്യൻ കർഷകനെ നോക്കൂ. അദ്ദേഹം നിലമൊരുക്കാനും വിതയ്ക്കാനുമൊക്കെ തുടക്കത്തിൽ വലിയ കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറാകുന്നു. കാരണം അദ്ദേഹത്തിന് ഭാവിയിലേക്കുള്ള കൃത്യമായ ദീർഘവീക്ഷണമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നോ, ആചാര്യജി പറയുന്നത് ഇതാണ്: ത്യാഗത്തിൻ്റെ ഒരു വിത്ത് പാകുമ്പോൾ സമൃദ്ധിയുടെ 100 വിത്തുകൾ നമുക്ക് തിരികെ ലഭിക്കുന്നു. കർഷകൻ വിതയ്ക്കുന്ന ഓരോ വിത്തിനും 100 മേനി വിളവ് ലഭിക്കുന്നതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങൾ അത് നാളത്തെ വലിയ നേട്ടങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. ഇതൊരു ആത്മീയ നിയമമാണ്. ഇതിനെയാണ് ആചാര്യജി 3-ാം കണ്ണ് അഥവാ തൃതീയ നേത്രം തുറക്കുക എന്ന് വിശേഷിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കാണാനും ദുരന്തങ്ങൾ ഒഴിവാക്കാനുമുള്ള നമ്മുടെ ആത്മീയ കഴിവ് മാത്രമാണിത്. ജീവിതത്തിൽ എവിടെയൊക്കെയാണ് കെണികൾ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ 3-ാം കണ്ണ് നമ്മെ സഹായിക്കും. ഇതിലൂടെ മാത്രമേ നമുക്ക് ശരിയായ പ്രവൃത്തികൾ ചെയ്യാനും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനും സാധിക്കൂ. ഇനി നമുക്ക് രണ്ടാമത്തെ തൂണിലേക്ക് വരാം: സത്യസന്ധത അഥവാ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്താണ് യഥാർത്ഥത്തിൽ സത്യസന്ധത? നമ്മൾ പറയുന്നതും, അതായത് നമ്മുടെ കഥനി, നമ്മൾ ചെയ്യുന്നതും, അതായത് കർണി, ഇവ രണ്ടും തമ്മിലുള്ള കൃത്യവും ഒരിക്കലും മാറ്റമില്ലാത്തതുമായ യോജിപ്പാണ് സത്യസന്ധത. നമ്മൾ ഒന്ന് പറയുകയും വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ അവിടെ കാര്യങ്ങൾ അവതാളത്തിലാകും. വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമിടയിലുള്ള ഈ കർശനമായ യോജിപ്പിലൂടെ മാത്രമേ മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസവും സഹകരണവും നേടിയെടുക്കാനും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും നമുക്ക് കഴിയൂ. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ: മാന്യമായ ദാരിദ്ര്യവും അഴിമതി നിറഞ്ഞ സമ്പത്തും തമ്മിലുള്ള വ്യത്യാസം. പുസ്തകത്തിൽ വളരെ ശക്തമായൊരു വരിയുണ്ട്: സമ്പന്നരുടെ മുഴുവൻ സമ്പാദ്യവും ഉപേക്ഷിക്കേണ്ടി വന്നാലും മാന്യമായ ഒരു ദാരിദ്ര്യം അതിനേക്കാൾ എത്രയോ മഹത്തരമാണ്. സത്യസന്ധമായ കഠിനാധ്വാനത്തിലൂടെ ലഭിക്കുന്ന ദാരിദ്ര്യം നമുക്ക് വലിയ സമാധാനവും ബഹുമാനവും തരുമ്പോൾ, വഞ്ചനയിലൂടെ നേടുന്ന സമ്പത്ത് എപ്പോഴും ഭയവും ഉത്കണ്ഠയും മാത്രമേ നൽകൂ എന്ന് ഇത് അടിവരയിട്ട് പറയുന്നു. അടുത്തതായി നമ്മൾ 3-ാമത്തെ തൂണിലെത്തിയിരിക്കുന്നു: ഉത്തരവാദിത്തം. ഉത്തരവാദിത്വമില്ലാത്ത ആളുകൾ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യമില്ലാതെ അലഞ്ഞുതിരിയുമ്പോൾ ആത്മീയമായി ഉന്നതരായ വ്യക്തികൾ തങ്ങളുടെ കടമകളെ വളരെ അഭിമാനത്തോടെ ഏറ്റെടുക്കും. ഇതിന് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. ശാന്തമായൊരു നദിയിലെ ഓളങ്ങൾ പോലെ അത് വികസിച്ചുകൊണ്ടേയിരിക്കണം. ആദ്യം സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക, പിന്നീട് സ്വന്തം കുടുംബം, അതിനുശേഷം സമൂഹം, ഒടുവിൽ പ്രകൃതിയുടെയും എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകരായി മാറുക. ഇതൊരു തുടർച്ചയായ അതിമനോഹരമായ യാത്രയാണ്. ഈ വരികൾ എത്ര അർത്ഥവത്താണെന്ന് നോക്കൂ. രാവണനും അലക്സാണ്ടർക്കും പോലും തങ്ങളുടെ അവസാനമില്ലാത്ത ഭൗതിക അത്യാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. ലോകനന്മയ്ക്കായി ഇടുങ്ങിയ സ്വാർത്ഥതയെ ത്യജിക്കുന്നതാണ് യഥാർത്ഥ ഉത്തരവാദിത്വം. ശരിയല്ലേ? ലോകം മുഴുവൻ കീഴടക്കിയവർക്ക് പോലും അവരുടെ അത്യാഗ്രഹങ്ങൾ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം സ്വാർത്ഥത മാറ്റിവെച്ച് ലോകമംഗളത്തിനെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അഗാധമായ സമാധാനം ലഭിക്കുന്നത്. അങ്ങനെ നാം അവസാനത്തെ തൂണായ ധീരതയിലേക്ക് കടക്കുകയാണ്: ക്ഷേത്രത്തെ സംരക്ഷിക്കാനുള്ള ധൈര്യം. ഇവിടെ ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
വിവേകവും സത്യസന്ധതയും ഉത്തരവാദിത്വവുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്ന് വയ്ക്കുക. എന്നാൽ വളരെ ആഴത്തിൽ വേരൂന്നിയ നമ്മുടെ ദുശ്ശീലങ്ങളിൽ നിന്നും സമൂഹത്തിലെ തിന്മകളിൽ നിന്നും ഈ ആന്തരിക ക്ഷേത്രത്തെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും അതിന് ധീരത കൂടിയേ തീരൂ. ഈ ആത്മീയമായ ധീരത എന്നു പറയുന്നത് വെറുമൊരു ശാരീരികമായ പോരാട്ടമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പോരായ്മകളോടും പുറത്തെ അനീതികളോടും സന്ധി ചെയ്യാതിരിക്കുക എന്നതാണ്. ശാന്തമായ മനസ്സോടെ ദൈനംദിന പ്രശ്നങ്ങളെ നേരിടാനും നമ്മുടെ തന്നെ ആന്തരിക ദുശ്ശീലങ്ങളോട് പൊരുതാനും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനുമുള്ള അചഞ്ചലമായ ധൈര്യം, തെറ്റുകൾക്കെതിരെ നല്ല ആളുകളെ സംഘടിപ്പിക്കുന്നതുപോലും ഈ വലിയ ധീരതയുടെ ഭാഗമാണ്. സാഹിത്യത്തിലെ അതിമനോഹരമായൊരു ഉപമയാണ് ഇനി പറയുന്നത്. നമ്മുടെ സ്വന്തം പ്രകൃതത്തെ ആഴത്തിൽ ശുദ്ധീകരിക്കാൻ അർജുനന്റെ ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നിരന്തരമായ മഹാഭാരത യുദ്ധത്തോട് നാം പോരാടണം. അതായത് നമ്മുടെ ഏറ്റവും വലിയ യുദ്ധക്കളം വേറെവിടെയുമല്ല സുഹൃത്തുക്കളെ, അത് നമ്മുടെ സ്വന്തം മനസ്സ് തന്നെയാണ്. അവിടെ നടക്കുന്ന നെഗറ്റീവ് ചിന്തകളെ നമ്മൾ ധൈര്യപൂർവ്വം നേരിട്ട് തോൽപ്പിക്കണം. ഇനി ഈ പരകോടിയിലേക്ക് നോക്കൂ. തിളക്കമാർന്ന ജീവിതവും സമൂഹവും കെട്ടിപ്പടുക്കൽ. നാം ഈ പഠനത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. വിവേകം, സത്യസന്ധത, ഉത്തരവാദിത്വം, ധീരത എന്നീ 4 തൂണുകളും ഒന്നിച്ചു ചേരുമ്പോൾ അവിശ്വസനീയമായൊരു ജീവിതം സൃഷ്ടിക്കപ്പെടുന്നു. ആചാര്യ ജി പറയുന്നത് കേൾക്കൂ. ഒരു സംസ്കാരത്തെ പ്രകാശിപ്പിക്കാൻ അവബോധവും വലിയ പ്രയത്നവും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക സ്വഭാവത്തെ ഉയർത്താൻ അനന്തമായ പരിശ്രമം ആവശ്യമാണ്. വെറുതെ ഇരുന്നാൽ മികച്ചൊരു സ്വഭാവം രൂപപ്പെടില്ല. അതിന് നിരന്തരമായ പ്രയത്നം വേണം. ഇതാ, ഈ വിശദീകരണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് ശക്തമായ ഒരു ചോദ്യം ഞാൻ നൽകുകയാണ്. വിവേകം, സത്യസന്ധത, ഉത്തരവാദിത്വം, ധീരത, ഈ 4 തൂണുകളിൽ ഏതിനാണ് ഇന്ന് നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ അത് ശക്തിപ്പെടുത്താൻ നിങ്ങളിന്നു മുതൽ എന്ത് ചെയ്യും? ഈ ഒരൊറ്റ ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. ഇതിലെ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചം വീശട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പമുണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി.